സദ്യ റെസിപ്പി സീരീസിലെ രണ്ടാമത്തെ റെസിപ്പി സാമ്പാർ. സദ്യക്ക് വിളമ്പുന്ന സാമ്പാറിന് ഒരു പ്രത്യേക മണവും രുചിയാണല്ലേ. ഇന്ന് നമുക്ക് അതേ മണത്തിലും രുചിയിലും നല്ലൊരു അടിപൊളി സാമ്പാർ റെഡിയാക്കി എടുക്കാം. സാമ്പാർ നന്നാവണമെങ്കിൽ അതിൽ ചേർക്കുന്ന സാമ്പാർ പൊടി നന്നാവണം. അപ്പോൾ സാമ്പാർ പൊടിയുടെ റെസിപ്പി ആവട്ടെ. ആദ്യം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒത്തിരി ചേരുവകളൊന്നും വേണ്ട, സിമ്പിളായിട്ടൊരു സാമ്പാർ പൊടി തയ്യാറാക്കാൻ. അതിനായിട്ട് ഇതാ ഒരു കപ്പ് അളവിന് മല്ലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് അളവിൽ എടുത്താൽ മതി. അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ്സിൽ കുറച്ച് കുറവാണ് ഞാൻ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. അടുത്തത് വേണ്ടത് അരിയാണ്. ഏതരി വേണേലും നിങ്ങൾക്ക് എടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. അരിയും ഉഴുന്നും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഉലുവ 1/4 കപ്പിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. മുളക് വേണം. ഈ മുളക് കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല കളറ് കിട്ടും. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 12ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ കായമാണ്. കായം ഞാനിവിടെ പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമേ നമ്മളിത് ചേർക്കുകയുള്ളൂ. കട്ടക്കായാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ കട്ട എടുക്കാം. അത് നമ്മളിത് വറക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഈ കായപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 4 സാമ്പാറൊക്കെ വെക്കാനുള്ള പൊടിയേ ഉള്ളൂ. ഈ സാമ്പാർ പൊടി കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഞാൻ മറന്നുപോയി, അതുകൊണ്ട് സെപ്പറേറ്റ് ഞാൻ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ വരെ കളറൊക്കെ നന്നായിട്ട് മാറിയിരിപ്പുണ്ട്. ആ കടലപ്പരിപ്പിൻ്റെ കളറ് മാറി വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാം. ആ പരിപ്പിൻ്റെയൊക്കെ ഒരു ചൂട് മതി നമുക്കിത് മൂത്ത് കിട്ടാൻ. നമ്മൾ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് പൊടിച്ചെടുക്കാൻ. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. സാമ്പാർ പൊടി ഏറ്റവും നല്ലത് ഒട്ടും തരിയില്ലാതെ നല്ല നൈസായിട്ടിരിക്കുന്നതാണ്. ഇതുപോലൊരു സാമ്പാർ പൊടി ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് സാമ്പാർ വെച്ച് നോക്കണേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ സാമ്പാർ പൊടിയിലും എന്ത് വ്യത്യാസമാണെന്നറിയോ. ഇനി നമുക്കിത് ഇതുപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സദ്യക്ക് വിളമ്പുന്ന അതേ മണത്തിലും രുചിയിലുമുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 1/4 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുരിങ്ങാക്കായാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ ഉപ്പും ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങാക്ക ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കഷ്ണങ്ങൾ, ഞാനിവിടെ ആദ്യം തന്നെ പറഞ്ഞു ഒത്തിരി കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. തക്കാളിയും വെണ്ടയ്ക്കയാണ് ഇനി നമ്മൾ ചേർക്കുന്നത്. ഒരു 2 തക്കാളിയും ഒരു 200 ഗ്രാമോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും ഒത്തിരി വേവുള്ളതല്ല, അതുകൊണ്ട് തന്നെ 2 മിനിറ്റിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കുഴഞ്ഞു പോവാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വേവായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമെന്ന് തോന്നിയാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് യോജിച്ച് വരട്ടെ. അടുത്തത് ഇതിലേക്ക് സാമ്പാർ പൊടി ചേർക്കണം. അപ്പോൾ സാമ്പാർ പൊടി നമ്മളിവിടെ ഒരു 1/2 ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സാമ്പാർ പൊടി നേരിട്ട് സാമ്പാറിലേക്ക് ചേർക്കാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. സാമ്പാറിലേക്ക് ചേർത്തിട്ട് പിന്നെ ഒത്തിരി നേരം തുറന്നു വെച്ച് തിളപ്പിക്കരുത്. സാമ്പാർ പൊടി നമ്മൾ കടലപ്പരിപ്പും അരിയും എല്ലാം വറുത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ സാമ്പാർ ഒന്ന് കുറുകും. അപ്പോൾ കൂടുതൽ കുറുകുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് നേരത്തിൻ്റെ അടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. താളിച്ച് ചേർക്കണം. താളിക്കാനായിട്ട് എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും കുറച്ച് ചുവന്ന മുളകും, ഇത്രയും മാത്രം മതി. നമ്മളിങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക മണവും രുചിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ സാമ്പാറൊന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.